ഭൂരിപക്ഷം കുറയാൻ നിങ്ങൾ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുക. പെരിന്തൽമണ്ണ നിയോജക മണ്ഡലത്തിലൊക്കെ 35,000 ഭൂരിപക്ഷം വരിക എന്ന് പറഞ്ഞാൽ CPM-നെ സംബന്ധിച്ചിടത്തോളം, മലപ്പുറത്തെ CPM-നെ സംബന്ധിച്ചിടത്തോളം അത് ആലോചിക്കാൻ പോലും പറ്റാത്ത കാര്യമാണ്. എന്തായാലും നജീബ് കാന്തപുരത്തിനെ തോൽപ്പിക്കുക എന്നതിലുപരി അദ്ദേഹത്തിന്റെ ഭൂരിപക്ഷം കുറക്കുക എന്നതാവണം LDF-കാരുടെ ഇത്തവണത്തെ ഏറ്റവും വലിയ നേട്ടങ്ങളായി വിലയിരുത്തുക എന്നാണ് വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം. UDF-ന്റെ മലബാറിലെ ഉരുക്കുകോട്ടയാണ്, പ്രത്യേകിച്ച് മുസ്ലിം ലീഗിന്റെ ഉരുക്കുകോട്ടയാണ് മലപ്പുറം. 16 മണ്ഡലങ്ങളുള്ള ഈ ജില്ലയിൽ ഒരു മത്സരം എന്ന് പോലും ഫീൽ ചെയ്യിക്കുന്ന മണ്ഡലങ്ങൾ 1-2 മാത്രമാണ് ഉള്ളത് എന്നത് ലീഗ് എത്രത്തോളം ഈ ജില്ലയിൽ നിന്ന് നമുക്ക് ഇതിൽ നിന്ന് തന്നെ മനസ്സിലാവും. അത്തരത്തിൽ മത്സരം നടക്കുന്ന ഒരു മണ്ഡലമാണ് പെരിന്തൽമണ്ണ. കേരള രാഷ്ട്രീയത്തിന്റെ പൾസ് പിടിക്കണമെങ്കിൽ പെരിന്തൽമണ്ണ നിയോജക മണ്ഡലത്തിലെ റിസൾട്ട് ശ്രദ്ധിച്ചാൽ ലഭിക്കുമെന്നാണ് പൊതുവെ പറയപ്പെടുന്നത്. പെരിന്തൽമണ്ണയിൽ വിജയങ്ങൾ എന്ന് പറയുന്നത് അത് കേവലം വിജയങ്ങൾ മാത്രമാകില്ല, ചരിത്രം തന്നെ മാറ്റി എഴുതുന്ന വിജയങ്ങളാണ് പെരിന്തൽമണ്ണ മണ്ഡലത്തിൽ പൊതുവെ ഉണ്ടാകാറുള്ളത്. ലീഗിന്റെ അജയ്യമായ കോട്ടയായ ഭൂമി, ലോക കമ്മ്യൂണിസ്റ്റുകളുടെ കൂട്ടത്തിൽ 3ാമത്തെ ആചാര്യനായ EMS നമ്പൂതിരിപ്പാടിന്റെ ജന്മം കൊണ്ട് അനുഗ്രഹിക്കപ്പെട്ട പെരിന്തൽമണ്ണ. പക്ഷേ രാഷ്ട്രീയപരമായി EMS-ന്റെ സ്വന്തം മണ്ണ് അദ്ദേഹത്തിന് അനുകൂലമല്ല പലപ്പോഴും എന്നുള്ളതാണ് ഒരു വസ്തുത. ലീഗിന്റെ പൊന്നാപുരം കോട്ടയായിരിക്കെ തന്നെ CPM വിജയം പിടിച്ചടക്കിയ മണ്ഡലം. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും സെൻസിറ്റീവായ മണ്ഡലങ്ങളിൽ ഒന്നായിരുന്നു പെരിന്തൽമണ്ണ. നിലവിലെ പെരിന്തൽമണ്ണ MLA നജീബ് കാന്തപുരം ആ മണ്ഡലത്തിൽ നിന്ന് വിജയിച്ചത് കേവലം 38 വോട്ടുകൾക്ക് മാത്രമാണ്. അത്രയേറെ അൺപ്രഡിക്റ്റബിൾ ആണ് മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണ നിയോജക മണ്ഡലം. എന്നാൽ കഴിഞ്ഞ പ്രാവശ്യത്തെക്കാൾ വലിയൊരു പോരാട്ടമാണ് ഇപ്രാവശ്യം പെരിന്തൽമണ്ണയിൽ നടക്കുന്നത് എന്ന് നമുക്ക് തീർച്ചയായും പറയാൻ സാധിക്കും. ഇത് കേവലം ഒരു മണ്ഡലമല്ല, ഇതൊരു അഭിമാന പോരാട്ടത്തിന്റെ വേദിയാണ്. പെരിന്തൽമണ്ണയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു തെരഞ്ഞെടുപ്പല്ല, രാഷ്ട്രീയമായി ശക്തി തെളിയിക്കാനുള്ള ഒരു വേദിയാണ്. അങ്ങനെയിരിക്കെ നമുക്ക് ഒരൊറ്റ ചോദ്യമേ ഉള്ളൂ: പെരിന്തൽമണ്ണ ചരിത്രം തിരുത്തുമോ, അല്ലെങ്കിൽ നിലവിലെ ചരിത്രത്തെ തൂത്തെറിയുമോ? ഇക്കാര്യമാണ് നമ്മൾ ഇന്ന് പരിശോധിക്കാൻ പോകുന്നത്. ഏവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. പെരിന്തൽമണ്ണ മണ്ഡലത്തിന്റെ രാഷ്ട്രീയ പശ്ചാത്തലം പരിശോധിച്ച് നോക്കുമ്പോൾ തുടക്കകാലത്ത് CPM-നും എന്നാൽ 1970 മുതൽ മുസ്ലിം ലീഗിനും അനുകൂലമായി തീരുമാനമെടുക്കുന്ന മണ്ണാണ് പെരിന്തൽമണ്ണ. മുൻ വിദ്യാഭ്യാസ മന്ത്രിയായ നാലകത്ത് സൂപ്പി ഈ മണ്ഡലത്തിൽ നിന്ന് തുടർച്ചയായി 6 തവണയാണ് തെരഞ്ഞെടുക്കപ്പെട്ടത്. അങ്ങനെയിരിക്കെ 2006-ൽ V ശശികുമാർ ഈ മണ്ഡലം ലീഗിൽ നിന്ന് പിടിച്ചെടുത്ത് CPM ഒരിക്കൽ കൂടി പെരിന്തൽമണ്ണയുടെ രാഷ്ട്രീയത്തിൽ സജീവമായി. പക്ഷെ വിട്ടുകൊടുക്കാനോ തോറ്റുകൊടുക്കാനോ മുസ്ലിം ലീഗിന് മനസ്സിലായിരുന്നു. അങ്ങനെ 2011-ൽ അന്നത്തെ കാലത്ത് മുസ്ലിം ലീഗിലേക്ക് CPM-ൽ നിന്ന് മുസ്ലിം ലീഗിലെത്തിയ മഞ്ഞളാംകുഴിയടി അദ്ദേഹത്തിന്റെ മുസ്ലിം ലീഗിൽ എത്തിയതിനു ശേഷമുള്ള കന്നി അംഗം നടന്നത് പെരിന്തൽമണ്ണയിലായിരുന്നു. അങ്ങനെ അദ്ദേഹത്തിന്റെ കന്നി അംഗത്തിൽ മുസ്ലിം ലീഗിൽ ചേർന്നതിനു ശേഷം മഞ്ഞളാംകുഴി അലിയുടെ കന്നി അംഗത്തിൽ 2011-ൽ പെരിന്തൽമണ്ണ വീണ്ടും മുസ്ലിം ലീഗ് പിടിച്ചടക്കി. പിന്നീട് 2016-ലും അദ്ദേഹം തന്റെ വിജയം ആവർത്തിച്ചു. ഒന്നും കൂടി വ്യക്തമാക്കി പറഞ്ഞാൽ മുസ്ലിം ലീഗ് അവരുടെ കോട്ട കൂടുതൽ ഭദ്രമാക്കി. എന്നാൽ 2021-ൽ UDF-നെ പ്രതിനിധീകരിച്ചുകൊണ്ട് നജീബ് കാന്തപുരവും LDF-ൽ നിന്ന് KPM മുസ്തഫയും തമ്മിലായിരുന്നു 2021-ൽ പെരിന്തൽമണ്ണ മണ്ഡലത്തിൽ നടന്ന വാശിയേറിയ ഇലക്ഷൻ. അങ്ങനെ ശക്തമായ പോരാട്ടത്തിന് ശേഷം 38 വോട്ടുകൾക്ക് നജീബ് കാന്തപുരം പെരിന്തൽമണ്ണയിൽ നിന്ന് ആദ്യമായി MLA ആയി. നജീബിനെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയൊരു പോരാട്ടമായിരുന്നു. മലപ്പുറത്തെ മറ്റു മണ്ഡലങ്ങളെ പോലെ അത്ര എളുപ്പമല്ല പെരിന്തൽമണ്ണ, പൊന്നാനി, തവനൂർ പോലുള്ള മണ്ഡലങ്ങൾ UDF-നെ സംബന്ധിച്ചിടത്തോളം. അവിടെയാണ് ചെറിയ വോട്ടിനെങ്കിലും നജീബ് കാന്തപുരം വലിയ വിജയം നേടിയത്. പിന്നീട് ഈ 38 വോട്ടിന്റെ വിജയമൊക്കെ കോടതി വരെ എത്തിയ കാര്യങ്ങളാണ്. തുടർന്ന് കോടതി നജീബ് കാന്തപുരത്തിന് അനുകൂലമായി വിധിക്കുകയും ചെയ്തു. ഇത്തവണയും 2026-ലും പെരിന്തൽമണ്ണയിൽ നിന്ന് കാൻഡിഡേറ്റ് ആവുന്നത് നജീബ് കാന്തപുരം തന്നെയാണ്. LDF-ന് വേണ്ടി മത്സരിക്കുന്നത് VP മുഹമ്മദ് അനീഫ എന്ന കാൻഡിഡേറ്റ് ആണ്. ഇപ്പോഴത്തെ മണ്ഡലത്തിലെ രാഷ്ട്രീയ സാഹചര്യം നോക്കുമ്പോൾ 5 പഞ്ചായത്തുകളും പെരിന്തൽമണ്ണ നഗരസഭയും ഭരിക്കുന്നത് UDF തന്നെയാണ്, അതും വലിയ രീതിയിലുള്ള ഒരു ഭൂരിപക്ഷത്തിൽ. ഇവിടെയാണ് നജീബ് കാന്തപുരം എന്ന കാലിബർ പുറത്തു വരുന്നത്. കേവലം 38 വോട്ടിന് 2021-ൽ മുസ്ലിം ലീഗിന്റെ MLA ആയി പെരിന്തൽമണ്ണയിൽ നിന്ന് കടന്നുകൂടിയ നജീബ് കാന്തപുരം 5 വർഷങ്ങൾ കൊണ്ട് പെരിന്തൽമണ്ണക്കാരുടെ ഹൃദയം കവർന്നുവെന്ന് നമുക്ക് നിസ്സംശയം പറയാൻ സാധിക്കും. മണ്ഡലത്തിൽ അത്രയേറെ സജീവമായിരുന്നു നജീബ് കാന്തപുരം. പെരിന്തൽമണ്ണക്കാർക്കെല്ലാം തന്നെ അവൈലബിൾ ആയിരുന്നു നജീബ് കാന്തപുരം. ഏതൊരു ആവശ്യത്തിനും അദ്ദേഹം മണ്ഡലത്തിലെ ജനങ്ങളോടൊപ്പം ജാതി മത ഭേദമന്യേ, രാഷ്ട്രീയ ഭേദമന്യേ ചേർന്നു നിന്നു. അതുകൊണ്ട് കൂടിയാണ് ഒരിക്കൽ കൂടി മുസ്ലിം ലീഗ് നജീബ് കാന്തപുരം എന്ന ജനകീയനായ MLA-ക്ക് പെരിന്തൽമണ്ണയിൽ അവസരം നൽകിയതും. അത്രയേറെ
ജനങ്ങളിൽ, പെരിന്തൽമണ്ണക്കാരിൽ സ്വാധീനം ചെലുത്താൻ നജീബ് കാന്തപുരത്തിന് അദ്ദേഹത്തിന്റെ പ്രവർത്തന മികവ് കൊണ്ട് സാധിച്ചു എന്നുള്ളത് ഒരു ചെറിയ കാര്യമേ അല്ല. മലയാളത്തിലെ ഒരു പ്രമുഖ ചാനൽ നടത്തിയ അഭിപ്രായ സർവേയിൽ ഏറ്റവും മികച്ച 10 MLA തെരഞ്ഞെടുത്തതിൽ നജീബ് കാന്തപുരം ഉണ്ടായിരുന്നു എന്നത് ഏവരെയും അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. അതേപോലെ LDF ഇപ്രാവശ്യം പെരിന്തൽമണ്ണയിൽ അട്ടിമറിയൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ട്. പക്ഷെ പ്രതീക്ഷകളൊക്കെ അസ്ഥാനത്താവാനാണ് സാധ്യത എന്നാണ് പെരിന്തൽമണ്ണയിലെ വോട്ടിംഗ് പാറ്റേൺ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം. സാധാരണഗതിയിൽ ഇത്തവണ നജീബ് കാന്തപുരം 3000-നും 8000-നും ഇടയിൽ ഭൂരിപക്ഷത്തിന് പെരിന്തൽമണ്ണയിൽ നിന്ന് ഒരിക്കൽ കൂടി തെരഞ്ഞെടുക്കപ്പെടും എന്നാണ് പൊതുവെ സർവേകളൊക്കെ പറയുന്നത്. പക്ഷെ വ്യക്തിപരമായിട്ട് ഞാൻ വിശ്വസിക്കുന്നത് നജീബ് കാന്തപുരത്തിന്റെ ഭൂരിപക്ഷം ഏതാണ്ട് 20,000-ന് മുകളിൽ ഉണ്ടാകുമെന്നും UDF തരംഗമുണ്ടെങ്കിൽ 20,000 എന്നത് 35,000 വരെ പോകാനുള്ള സാധ്യതയുണ്ട് എന്നാണ് മണ്ഡലത്തിലെ ആളുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം. അത്രയേറെ ജനങ്ങളെ സ്വാധീനിക്കാൻ നജീബ് കാന്തപുരത്തിന് കഴിഞ്ഞിട്ടുണ്ട് എന്നത് ഒരു ചെറിയ കാര്യമേ അല്ല. പെരിന്തൽമണ്ണ നഗരസഭ വളരെ വർഷങ്ങൾക്ക് ശേഷമാണ് ഇത്തവണ UDFന് ഭരണം ലഭിച്ചത്. മേലാറ്റൂർ ഗ്രാമപഞ്ചായത്തിൽ നിലവിൽ UDF ആണ് ഭരിക്കുന്നത്. മാത്രമല്ല വെട്ടത്തൂർ, താഴേക്കോട്, ആലിപ്പറമ്പ് ഗ്രാമപഞ്ചായത്തുകളും UDFന്റെ കയ്യിലാണ്. അതുപോലെ തന്നെ പുലാമന്തോൾ ഗ്രാമപഞ്ചായത്തും UDF ആണ് ഭരിക്കുന്നത്. EMS നമ്പൂതിരിപ്പാടിന്റെ സ്വന്തം ഗ്രാമപഞ്ചായത്തായ ഏലംകുളം ഗ്രാമപഞ്ചായത്ത് പോലും ഭരിക്കുന്നത് നിലവിൽ UDF ആണ്. ഈ 6 ഗ്രാമപഞ്ചായത്തുകളും പെരിന്തൽമണ്ണ നഗരസഭയും ചേർന്നതാണ് പെരിന്തൽമണ്ണ നിയോജക മണ്ഡലം. ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു മാറ്റം UDFന്റെ ഒരു മേൽക്കൈ പെരിന്തൽമണ്ണയിൽ വരാൻ തുടങ്ങിയത് തീർച്ചയായിട്ടും നമുക്ക് പറയാൻ സാധിക്കും നജീബ് കാന്തപുരം എന്ന MLAയുടെ പ്രവർത്തന മികവ് കൊണ്ട് ഒന്ന് മാത്രമാണ്. പെരിന്തൽമണ്ണക്കാരുടെ ഹൃദയം കവരാൻ ജനകീയനായ നജീബ് കാന്തപുരത്തിന് സാധിച്ചു എന്നുള്ളതാണ് വ്യക്തിപരമായി അദ്ദേഹത്തിൽ കണ്ട ഏറ്റവും വലിയൊരു പോസിറ്റീവ്. LDFനും പെരിന്തൽമണ്ണ മണ്ഡലത്തിൽ വലിയ രീതിയിൽ പ്രതീക്ഷകളൊക്കെ പ്രതീക്ഷിക്കാൻ പ്രത്യേകിച്ച് ചിലവൊന്നും ഇല്ലാത്തതുകൊണ്ട് അവരെ പ്രതീക്ഷിച്ചോട്ടെ. പക്ഷെ ഒന്നും തന്നെ നടക്കാൻ പോകുന്നില്ല. LDFുമായി ബന്ധപ്പെട്ട ആളുകളോട് ഒരൊറ്റ കാര്യമേ എനിക്ക് പറയാനുള്ളൂ, ഭൂരിപക്ഷം കുറയാൻ നിങ്ങൾ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുക. പെരിന്തൽമണ്ണ നിയോജക മണ്ഡലത്തിലൊക്കെ 35,000 ഭൂരിപക്ഷം വരിക എന്ന് പറഞ്ഞാൽ CPMനെ സംബന്ധിച്ചിടത്തോളം, മലപ്പുറത്തെ CPMനെ സംബന്ധിച്ചിടത്തോളം അത് ആലോചിക്കാൻ പോലും പറ്റാത്ത കാര്യമാണ്. എന്തായാലും നജീബ് കാന്തപുരത്തിനെ തോൽപ്പിക്കുക എന്നതിനുപരി അദ്ദേഹത്തിന്റെ ഭൂരിപക്ഷം കുറക്കുക എന്നതാവണം LDFകാരുടെ ഇത്തവണത്തെ ഏറ്റവും വലിയ നേട്ടങ്ങളായി വിലയിരുത്തുക എന്നാണ് വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം. എന്താണ് പെരിന്തൽമണ്ണയിൽ സംഭവിക്കുക? നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് പിന്തുണ തരണമെന്ന് വളരെ വിനീതമായി അഭ്യർത്ഥിക്കുന്നു. മറ്റു വീഡിയോയുമായി ഒട്ടും വേഗം തന്നെ കാണാമെന്ന പ്രതീക്ഷയോടെ തൽക്കാലത്തേക്ക് വിട പറയുന്നു.